നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ലെമൺ പിക്കിളാണ്. പച്ചക്കറി ഉണ്ണായാലും മീൻകറി ഉണ്ണായാലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയാണ് അച്ചാർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മധുരമുള്ള മഞ്ഞ കളറിലെ നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതിനായി ഞാൻ ഒരു 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. 7 നാരങ്ങ ഉള്ളെങ്കിലും 1/2 കിലോ ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള നാരങ്ങകളാണ്. അപ്പോൾ ഒരു 3/4 ലിറ്ററോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നാരങ്ങൾ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. വെള്ളം വീണ്ടും തിളക്കേണ്ട ആവശ്യമില്ല. ഇളക്കുമ്പോൾ എല്ലാ സ്ഥലവും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും. ഉടനെ അച്ചാർ ഇടാനാണെങ്കിൽ ഒരു 3 മിനിറ്റ് കിടന്നോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് മതിയാവും. അധികം നേരം നമ്മൾ ഈ തിളക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ ചീറ്റി പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് നിൽക്കണ്ട. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നാരങ്ങ മൊത്തം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സുറുക്ക ഒഴിച്ചു കൊടുക്കാം. അതായത് വിനാഗിരി, സിന്തറ്റിക് വിനെഗറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളമാണ്. ചൂടൊന്നും ഉണ്ടാവാൻ പാടില്ല. 1.5 കപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും പിന്നീട് ആഡ് ചെയ്യേണ്ടി വരില്ല. ഞാൻ പല മെത്തേഡിലും നാരങ്ങാച്ചാർ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും തൃപ്തികരമായ മെത്തേഡ് ഇതാണ്. ഇത് ഞാൻ ചുരുങ്ങിയത് ഒരു 4 ദിവസം നല്ല എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കും. ഒരാഴ്ച വരെ വെച്ചാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കയ്പ്പൊക്കെ നല്ല മാറിയിട്ടുണ്ടാവും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എടുക്കണമെന്നില്ല. 1 മാസം 2 മാസമൊക്കെ ഇത് കേടാവാതിരുന്നോളും. ഒരു 3 ദിവസം കൂടുമ്പോൾ ജാറൊന്നും എടുത്ത് നന്നായിട്ട് കുലുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതിപ്പം ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ പുഴുങ്ങി അന്ന് തന്നെ അച്ചാറിടാം. ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു പിടി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാവർക്കും ഇഷ്ടമായതാണ് കുറച്ച് കൂടുതൽ എടുത്തത്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു 2 ഉണക്കമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും മതി, വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്യാതെ മുഴുവനായിട്ടാണെങ്കിലും ഇടാം. പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുക്കണമെന്നില്ല. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്താലും മതിയാവും. അപ്പോൾ 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വേപ്പിലയും പച്ചമുളകും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആ നാരങ്ങയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെട്ടിത്തിളച്ചോട്ടെ. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം. ചൂടാറിന് ശേഷം മാത്രം നല്ല ഉണങ്ങിയ നനവൊന്നുമില്ലാത്ത ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. കേടാവാതെ ഒരുപാട് നാളിരുന്നോളും. അപ്പോൾ നല്ല ടേസ്റ്റി നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്